അപ്പൊ ആദ്യമായി ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വർത്തിക്കേണ്ടത് ഫഅ്ലൂഹുന്ന, നല്ല ഉപദേശം കൊടുക്കണം. ഫഅ്ലൂഹുന്ന എന്ന് പറഞ്ഞാൽ വഅ്ള് പറഞ്ഞു കൊടുക്കണമെന്നല്ല. നിങ്ങൾ അവരുടെ മുന്നിൽ ഒരു വഅ്ള് കൊണ്ട് 2 മണിക്കൂർ വഅ്ള് പറയണം. ആരുടെ മുന്നിൽ? ഭാര്യയുടെ മുന്നിൽ വഅ്ള് പറയും. എന്ത് വഅ്ള് പറയണം? വഅ്ള് പറയണമെങ്കിൽ ആയത്ത് ഹദീസൊക്കെ അറിയണ്ടേ, ഖുർആൻ അറിയണ്ടേ, ഹദീസ് അറിയണ്ടേ. അല്ലാഹു പള്ളിയിൽ പോലും കൃത്യമായി നമ്മൾ പോകുന്നില്ല, ജമാഅത്തിന് പങ്കാളികളാകുന്നില്ല. ഇരിക്കുന്ന സാത്വികരാകുന്ന ഉലമാക്കളൊക്കെ പള്ളിയിൽ വഅ്ള് പറയുമ്പോൾ അവർ പറയുന്ന ആയത്തുകളും ഹദീസുകളും വ്യക്തമായ രീതിയിൽ കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ജുമാ കഴിഞ്ഞ് ചാടി ഇറങ്ങി ഓടുകയാണ്. ദുആഇന് പോലും നമ്മൾ പങ്കാളികളാകുന്നില്ല. പിന്നെ എന്ത് വഅ്ള് പറയാം? നമുക്കെന്ത് വഅ്ള് പറയാം? ഭർത്താക്കന്മാരോട് പറയാണ്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാം, നിങ്ങൾ എന്ത് ചെയ്യണം? ഭാര്യയോട് വഅ്ള് പറയണം. അത് ഇടയ്ക്കിടയ്ക്ക് വേണ്ടത്. പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ആയത്തും ഹദീസും വെച്ചൊക്കെ വഅ്ള് പറയണം. ഇല്ലാത്ത ആയത്തും ഹദീസും ഒന്നും ചുമ്മാ എടുത്ത് നിങ്ങൾ ഓതണ്ട. ഉള്ളത് അറിയാവുന്നത് ഓതുക. ഇല്ലെങ്കിൽ തന്നെ ഇതിന്റെ ആശയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ അടുത്തൊരു ചിരുത്തിയിട്ട് നല്ല ചരിത്രം പറയുക. ഞാൻ ഇന്ന വാതിൽ കേട്ടതാകുന്ന ഒരു ചരിത്രം നിനക്ക് പറഞ്ഞുതരാം, ഇങ്ങ് ഇവിടെ ഇരിക്കുന്നു പറയും. അപ്പോൾ അവൾ പറയും, ഇരിക്കണമെങ്കിൽ ഒരു ഷവർമ എന്നാൽ വേണേ ഇരിക്കുക. അങ്ങനത്തെ സൈസായിരിക്കും ചിലപ്പോൾ, എന്നാലും കുഴപ്പമില്ല, അള്ളാഹ് ഒരു ഷവർമ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇരുത്തി ഇത് പറഞ്ഞു കൊടുക്കുക. വഅ്ള് പറഞ്ഞു കൊടുക്കണം. ആയത്തു ഹദീസ് ഓതി നല്ല നല്ല വഅ്ള് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തിയത്, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഉറഫാ വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, സഹാബത്തെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ മക്കളെ പഠിപ്പിക്കണേ, ഖുർആനുമായി നിങ്ങളുടെ മക്കളെ ബന്ധപ്പെടുത്തണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ നായകൻ അനുയായികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഉറഫാ. വഅ്ളിന് വേണ്ടി മാതാപിതാക്കൾ വരുമ്പോ തന്റെ പ്രിയപ്പെട്ട മക്കളെ വീട്ടിലിരുത്തരുതേ, ഒറ്റക്കൊരു റൂമിലേക്ക് മക്കളെ നിങ്ങൾ താമസിപ്പിക്കരുതേ. പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. ഇന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇന്നാരെങ്കിലും ഇത് ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ? അതിനു വേണ്ടി വരുമ്പോ മക്കളുടെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട്, വീടിന്റെ താക്കോല് കൊടുത്തിട്ട്, മോളെ നീ സിനിമ കണ്ടുകൊണ്ടിരുന്നോ, നീ സീരിയൽ കണ്ടുകൊണ്ടിരുന്നോ, മോനെ നീ IPL ക്രിക്കറ്റ് കളി കൊണ്ടിരുന്നോ, അവസാന സമയം വരെ നീ അങ്ങനെ ഇരുന്നാൽ നിന്റെ ആഖിബത്ത് മോശമാകുമെന്ന് പറഞ്ഞു കൊടുക്കാതെ ആ പ്രിയപ്പെട്ട പൊന്നു മക്കളുടെ കൈകളിലേക്ക് വീടിന്റെ താക്കോൽ കൂട്ടം എറിഞ്ഞു കൊടുത്തിട്ട് പോരുന്നതായ മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ. ഹബീബായ നബി തങ്ങളുടെ അധ്യാപനമാണ്, ലോകത്തിന്റെ നായകന്റെ അധ്യാപനമാണ്. എവിടെ നിന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വഅ്ള് കിട്ടുക? എവിടെ നിന്നാണ് മക്കൾക്ക് ഉപദേശം കിട്ടുക? എവിടെ നിന്നാണ് മാതാപിതാക്കൾക്ക് ഉപദേശം കിട്ടുക? അത് ഇൽമിന്റെ മജ്ലിസിൽ നിന്നാണ്, അത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ചർച്ച ചെയ്യുന്നതാകുന്ന മജ്ലിസിൽ നിന്നാണ്. അതിന്റെ മജ്ലിസിലേക്ക് വരാതെ വീട്ടിൽ മക്കളെ പിടിച്ച് ഒറ്റക്കൊരു റൂമിൽ നിങ്ങൾ താമസിപ്പിക്കരുതേ, ഒറ്റക്കൊരു റൂമിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ആക്കരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. 18 വയസ്സുള്ളതാകുന്ന സഹോദരി, +2 പഠിക്കുന്നതാകുന്ന മകള്, BCom എഞ്ചിനീയർ പഠിക്കുന്ന പൊന്നുമോള്, തന്റെ വാപ്പ വാതിന് പോയി കഴിയുമ്പോ, തന്റെ ഉമ്മ വാതിന് പോയി കഴിയുമ്പോ തന്റെ കാമുകനെ ഫോണിൽ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുത്താൻ നിദാനമാണ് നിന്റെ അത്തരത്തിലുള്ള യാത്ര. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യം നീ ശ്രദ്ധ ചെലുത്തണേ ചെറുപ്പക്കാരാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്. നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണേ. എന്നാൽ ആത്മീയമാകുന്ന അറിവില്ലാതെ ഭൗതികമാകുന്ന കലാലയത്തിലേക്ക് മാത്രമായി മക്കളെ പറഞ്ഞേക്കരുതേ. വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്. ഭൗതികമാകുന്ന അറിവിന് വേണ്ടി മാത്രമായി മക്കളെ നിങ്ങൾ പറഞ്ഞേക്കരുതേ. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ. ആ ഖുർആനിൽ നിന്ന് തന്നെ സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് ആരാണ്
ആരാണ് ഖുർആൻ കൈകൊണ്ട് തൊടുന്നവർ? പള്ളിയുടെ അകത്തളങ്ങളിൽ മനോഹരമായ ആയിരക്കണക്കിന് ഖുർആൻ മുസ്ഹഫുകൾ വൈന്നിട്ടുകൊണ്ട് മനോഹരമായ ഷെൽഫുകളിൽ വെച്ചിരിക്കുകയാണ്. എത്ര പേരാണ് ഖുർആൻ ഇന്ന് കൈകൊണ്ട് തൊട്ടവര്? എത്ര പേരാണ് ഇന്നൊരു ജുസുവെങ്കിലും ഓതി തീർത്തവര്? എത്ര പേരാണ് യാസീൻ സൂറത്ത് ഓതുന്നത്? ഇന്ന് ശാമകരിബിന്റെ ഇടയിൽ അൽഹംദുലില്ലാഹ് ഒരു പാവപ്പെട്ട സഹോദരന്റെ വീട്ടിലേക്ക് കടക്കാൻ എനിക്ക് തൗഫീക്ക് കിട്ടി. അഴീക്കോടുള്ള ഒരു പാവപ്പെട്ട ഉമ്മ ഞാൻ ചെല്ലുമ്പോ യാസീൻ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എത്ര കർണാനന്തരമാണ്, എത്ര സന്തോഷകരമാണ്. അങ്ങനെ ഖുർആൻ ഓതുന്ന ഉമ്മമാർ നമുക്ക് മുമ്പേ ചൈത്രയാത്ര ചെയ്തു പോവുകയാണ്. ആ പാവപ്പെട്ട ഉമ്മമാരുടെ ജീവിതങ്ങൾ കണ്ടിട്ടെങ്കിലും നമ്മുടെ ജീവിതം ഒന്ന് മാറ്റിമറിക്കാൻ നമുക്കൊന്ന് സന്തോഷിച്ചൂടെ, നമുക്കൊന്ന് ചിന്തിച്ചൂടെ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സഹോദരാ, വിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷകരമാകട്ടെ. വിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മുടെ ഖബർ ഒന്ന് സന്തോഷിക്കട്ടെ, ഖബർ പ്രകാശപൂരിതമാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതുന്ന വീടുകളെ പറ്റി പറഞ്ഞില്ലയോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലയോ? ലാ തജാലൂ ബുയൂതകും മഖാബിറ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഒരിക്കലും ശ്മശാനമാക്കരുതേ, ഖബറിടം പോലെ ആക്കരുതേ. അഥവാ ദിക്റും ഔറാദും ഖുർആനും കൊണ്ട് നിങ്ങളുടെ വീടുകളെ ജീവസുറ്റതാക്കണേ. സൂറത്തുൽ ബഖറ വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിലേക്ക് പിശാച് അടുക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും വീട്ടിലേക്ക് നിങ്ങൾ കയറുമ്പോഴും ആയത്തുൽ കുർസി ഓതണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണിത് ശ്രദ്ധിക്കുന്നത്? ആരാണിത് ഉൾക്കൊള്ളുന്നത്? ഇത് കേൾക്കുന്ന മുസ്ലിമേ, നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരണേ, കൊണ്ടുവരണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് വ്യക്തമായ രീതിയിൽ പഠിപ്പിക്കുന്നത്. വഅല്ലിമൂഹുന്നൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം പെൺമക്കൾക്ക്, ആൺമക്കൾക്ക്, എല്ലാവർക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളെ മദ്രസയിൽ വിട്ടു, അതുകൊണ്ട് കാര്യമില്ല. മക്കളെ വീട്ടിൽ വന്ന് ഖുർആൻ ഓതുന്നുണ്ടോ അത് നോക്കണം. ആര് നോക്കുന്ന, ആര് ശ്രദ്ധിക്കുന്നു? ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അരമണിക്കൂർ ഖുർആൻ മക്കളെ കൊണ്ട് നിർബന്ധമായി ഓദിക്കണം. നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പഠിക്കുന്ന പഠിത്തം നല്ല പഠിത്തമായിരിക്കും. അരമണിക്കൂർ ഖുർആൻ മക്കളെ കൊണ്ട് ഓദിക്കണം. അത് വാപ്പാടെ ഉമ്മാടെ നിർബന്ധമാണ്. അത് അവരുടെ മേൽ നിർബന്ധമാണ്. അത് ഓദിക്കണം. മക്കൾ വെറുതെ ഖുർആൻ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ കണ്ണോടിച്ചാൽ പോരാ. ചില പെണ്ണുങ്ങളുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഭർത്താവിന്റെ വീട്ടുകാരെ മനസ്സിലാക്കാൻ വേണ്ടി ഖുർആൻ ഓതാൻ അറിയാൻ പറ്റില്ല, തുറന്നിട്ട് ഇങ്ങനെ കറക്റ്റ് യാസീനൊക്കെ കറക്റ്റ് പേജ് നമ്പർ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് തുറന്നു വെച്ചിട്ട് പേജ് ഇങ്ങനെ മറിച്ച് നോക്കി വിടും. ഒച്ചത്തിൽ ഓന്ന് ഇന്നുവരെ കേട്ടിട്ടുണ്ടാവൂല. ഒച്ചത്തിൽ ഓതാൻ അറിയില്ല, ഇതിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട് അല്ലേ? ആ രീതിയാകാൻ പാടില്ല. ഖുർആൻ നല്ലതുപോലെ ഓതാൻ അറിയണം. ഖുർആൻ നല്ലതുപോലെ ഓതണം. അല്പ ശബ്ദത്തിൽ തന്നെ ഓതണം എന്ന് പറഞ്ഞ് ഒച്ചത്തിൽ പെണ്ണുങ്ങൾ ഓതാൻ വേണ്ട. അതല്ല, അവനവന്റെ സ്വന്തം ശരീരം കേൾക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഖുർആൻ ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഖുർആൻ അങ്ങനെ ഓതണം. ആ ഖുർആൻ നമ്മൾ പഠിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ അല്പമൊക്കെ പഠിച്ചതാകുന്ന ഭർത്താവാണ് ഉപദേശിക്കുന്നത്. ഇവിടെ എങ്ങനെ ഉപദേശിക്കണം? നമസ്കാരവും ഇബാദത്തും ഉള്ള ആളല്ലേ നമസ്കരിക്കാൻ വേണ്ടി ഭാര്യ ഉപദേശിച്ചിട്ട് കാര്യമുള്ളൂ. ഒരു പെണ്ണ് നിസ്കരിക്കുന്നില്ല, ഉപദേശിക്കണം. പെണ്ണിനോട് പറയാം, നീ സുബഹി നിസ്കരിക്കണം കേട്ടോ, നീ സുബഹി നിസ്കരിക്കുന്നില്ല എന്ന് പറയുമ്പോ ആ ഭർത്താവ് സുബഹി പോലും നിസ്കരിക്കുന്നില്ല, ലോറും ഇല്ല, അസുറും ഇല്ല, ഒരു നമസ്കാരം ഇല്ലാത്തവന് പറയാൻ പറ്റൂല. അയാൾ നമസ്കാരമുള്ളവനായിരിക്കണം, ഭർത്താവ് നന്നായിരിക്കണം. ആദ്യത്തെ കണ്ടീഷൻ അതാണ്. അവനവൻ സ്വന്തം നന്നാവണം. സ്വന്തം നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കണം. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ വ്യക്തമാക്കുന്നു, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ല എങ്കിലും മറ്റുള്ളവരോട് അതുകൊണ്ട് ഉപദേശിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് റാജിഹായ അഭിപ്രായം. പറ്റുമെന്ന് തന്നെയാണ് ഉലമാക്കൾ പഠിപ്പിച്ചത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ അവൻ മാന്യമായ രീതിയിൽ ഉപദേശിക്കണം. ആദ്യമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഭാര്യമാര് വന്ന് അവരുടെ നൊമ്പരം പറയുമ്പോൾ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് നല്ലതുപോലെ കേൾക്കണം. അതിനൊരു മനസ്സ് നിനക്കുണ്ടാവണം. പരിപൂർണമായിട്ട് അവളുടെ വിഷമങ്ങൾ എന്താണെന്നുള്ളത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. മുഖത്തോട് മുഖം ചേർന്നിരുന്ന് കസേരയിട്ട് റാഹത്തായ നിലയിലിരുന്ന് അതെന്താണ് വിഷയം പറ. അപ്പൊ അവള് മൊത്തം വിഷയങ്ങൾ ഇങ്ങനെ പറയും. ഈ വിഷയങ്ങൾ പറയുന്നതിനിടയ്ക്ക് നീ ചോറ് വിളമ്പ്, എന്നിട്ട് ചോറെല്ലാം കഴിച്ചിട്ട് ഇത് കൊള്ളാം കേട്ടോ, നല്ല മീൻ, ഇത് എങ്ങനെ ഉണ്ടാക്കി, റാഹത്താണ്, നല്ല കൊള്ളാം, ഇതെവിടുന്ന്, നല്ല പാങ്ങ്, നല്ല രസമാണ് എന്ന് പറഞ്ഞ് അവളെ ആക്കുന്ന രീതിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് ഇത് ശരിക്കും കേൾക്കാതെ നീ ഇരിക്കരുത്.
അപ്പോൾ അവൾക്ക് ദേഷ്യം പിടിക്കും, ഒന്നും കൂടി ഇത് വിഷയം വല്ലാതെ കലുഷിതമാകും. അതുകൊണ്ട് നീ നല്ല മനസ്സിൽ ഇരിക്കുമ്പോഴത്തേക്ക് ആ വിഷയം ശരിക്ക് കേൾക്കുക. എല്ലാം കേട്ടതിന് ശേഷം അവളോട് പറയും ഇൻഷാ അല്ലാഹ് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പറയുന്നത് ഒരു പക്ഷെ നിന്റെ ഉമ്മയെ കുറിച്ചായിരിക്കും, നിന്റെ ഉപ്പായെ കുറിച്ചായിരിക്കും. ഇതാണ് കൂടുതൽ പരാതി ഉണ്ടാകുക. അല്ലെ നിന്റെ പെങ്ങന്മാരെ കുറിച്ചായിരിക്കും. ഇങ്ങനെയുള്ളതാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാകുക. എന്നാലും നീ എന്ത് ചെയ്യാ? ചെവി കൊടുത്ത് കേട്ടിരിക്കുക. അങ്ങനെ പരിപൂർണമായി കേട്ടാൽ തന്നെ 98% പെണ്ണിന്റെ മനസ്സിന് റാഹത്താണ്, കുളിരാണ്. കാരണം എന്താ? എന്റെ ഭർത്താവ് ഞാൻ പറയുന്ന വിഷയങ്ങളൊക്കെ കേൾക്കാൻ പറ്റിയവരാണ്, അൽഹംദുലില്ലാഹ്. എന്നിട്ട് നീ പറയാ ഞാനത് റെഡിയാക്കിക്കോളും കേട്ടോ, ഉമ്മയോട് ഞാനത് പറഞ്ഞ് റെഡിയാക്കി തരാം, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നീ പതുക്കെ സമാധിക്കും. പിന്നെ അത് കഴിഞ്ഞ് കല്ലി ഇത്രേ ഉള്ളൂ.